നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF പുറത്തിറക്കിയ ഒരു പരസ്യത്തിൽ ഒരു കുട്ടി ചോദിക്കുന്ന ചോദ്യമുണ്ട്. ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണച്ചാ? 10 വർഷമായി കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്തതുകൊണ്ട് പുതിയ തലമുറക്ക് അത് എന്താണെന്നറിയാൻ സാധിക്കില്ല എന്നായിരുന്നു ആ പരസ്യത്തിന്റെ സന്ദേശം. എന്നാൽ ഇന്ന് 2026 കത്തുന്ന വേനലിൽ കേരളം ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്. ഈ രാത്രികാലങ്ങളിൽ പോകുന്ന കറന്റിനെ ഞങ്ങൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്ന്. സർക്കാർ പറയുന്നു ഇത് ലോഡ് ഷെഡിംഗ് അല്ല, നിയന്ത്രണം മാത്രമാണ്. എന്നാൽ ജനങ്ങൾക്ക് ഇത് ഒരു അപ്രഖ്യാപിത പവർ കട്ടാണ്. എന്തുകൊണ്ടാണ് പവർ കട്ടില്ലാത്ത കേരളം എന്ന അവകാശവാദം പെട്ടെന്ന് ഇരുട്ടിലായത്? ഇതിന് പിന്നിലെ രാഷ്ട്രീയമെന്ത്? ഇതിന്റെ ഭാരം സാധാരണക്കാരന്റെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നു? പരിശോധിക്കാം. കേരളത്തിൽ കടുത്ത ചൂടാണ്. വൈദ്യുതി ഉപയോഗം റെക്കോർഡുകൾ ഭേദിക്കുന്നു. രാത്രികാലങ്ങളിൽ AC ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം കൂടുന്നതോടെ ഗ്രിഡിൽ വൻ സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. ഇതിനെ നേരിടാൻ പലയിടങ്ങളിലും വൈദ്യുതി നിയന്ത്രിക്കേണ്ടി വരുന്നു എന്നതാണ് സർക്കാർ വാദം. പക്ഷേ രാഷ്ട്രീയപരമായി ഇത് വലിയൊരു തർക്ക വിഷയം കൂടെയാണ്. UDF ഭരണകാലം ഇരുണ്ട കേരളമായിരുന്നു എന്ന് പ്രചരിപ്പിച്ചാണ് LDF വോട്ട് നേടിയത്. എന്നാൽ ഇന്ന് അതേ LDF പ്രവർത്തകർ പല രീതിയിലും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. എന്നാൽ ഇന്ന് UDF പ്രവർത്തകർ KCB ഓഫീസുകളിൽ പായയും തലേണിയുമായി സമരം ചെയ്യുകയാണ്. VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുന്ന ചോദ്യം ഒന്നു മാത്രമാണ്: ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ നടത്തുന്ന ഈ പവർ കട്ട് എന്തിനാണ് മറച്ചു വെക്കുന്നത് എന്ന്. പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന കേരള നേട്ടം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്കൊന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഇടത് സർക്കാർ വലിയ സോളാർ പ്ലാന്റുകളോ ഡാമുകളോ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനം കൂട്ടിയിട്ടില്ല. സംഭവിച്ചത് മറ്റൊന്നാണ്. ഇതിന് പിന്നിൽ 2 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, ഗ്രിഡ് നിർമ്മാണം. UDF സർക്കാരിന്റെ ഭരണകാലത്ത് തുടങ്ങിയ അന്തർ സംസ്ഥാന വൈദ്യുതി ഗ്രിഡ് നിർമ്മാണം പൂർത്തിയായതോടെ പുറത്തുനിന്ന് വൈദ്യുതി എളുപ്പത്തിൽ എത്തിക്കാൻ സാധിച്ചു. മറ്റൊന്ന്, ദീർഘകാല കരാറുകൾ. മുൻ വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ചെറിയ വിലക്ക്, ഏകദേശം യൂണിറ്റിന് 4 രൂപയിൽ കുറവ് വിലക്ക് 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ സ്വകാര്യ കമ്പനികളുമായി ഒരു കരാർ ഒപ്പിട്ടിരുന്നു. അന്ന് ആര്യാടൻ മുഹമ്മദ് ഒപ്പിട്ട കരാറുകൾ നടപ്പിലാക്കിയത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്തെ MM മാണി മന്ത്രിയായിരുന്ന സമയത്താണ്. അവിടെയാണ് പവർ കട്ടില്ലാത്ത കേരളം പിറക്കുന്നത്. അതായത് കേരളം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഏതാണ്ട് 80% പുറത്തു നിന്ന് വാങ്ങുന്നതാണ് എന്നർത്ഥം. എല്ലാം നന്നായി പോകുന്ന സമയത്താണ് റെഗുലേറ്ററി കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. പ്രൊസീജിയറുകൾ പാലിച്ചല്ല ഈ കരാറുകൾ ഒപ്പിട്ടതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ ആ കരാർ റദ്ദാക്കുകയും ചെയ്തു. ഇതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്ന ആരോപണം ഉയർന്നെങ്കിലും വിജിലൻസ് അന്വേഷണത്തിൽ അത് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. കരാർ റദ്ദാക്കിയതോടെ കേരളം വലിയ പ്രതിസന്ധിയിലായി. 4 രൂപയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതിക്ക് പകരം ഇന്ന് പീക്ക് ടൈമിൽ 10 മുതൽ 15 രൂപ വരെ നൽകി പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യമാണുള്ളത്. ഇതിലൂടെ KCBക്ക് ഉണ്ടാകുന്നത് വലിയ നഷ്ടമാണ്. ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. ഈ നഷ്ടം നികത്താൻ സർക്കാർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബില്ലുകളിൽ സെസ് ചാർജ് എന്ന പേരിൽ അധിക തുക ഈടാക്കുന്നു. അതായത് സർക്കാരിന്റെ നയപരമായ പരാജയത്തിന് ജനങ്ങളുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുന്നു എന്നർത്ഥം. കൂടാതെ ഡാമുകളിലെ വെള്ളത്തിലും വലിയ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ മഴ കുറവായതും വെള്ളം കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിക്കാത്തതും ഈ ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഒരു രാഷ്ട്രീയമായ സത്യസന്ധതയില്ലായ്മ പ്രകടമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കരാറുകൾ ഉപയോഗിച്ച് പവർ കട്ട് ഇല്ലാതാക്കി അതേ സർക്കാരിനെ ഇരുട്ടിലെ കേരളം എന്ന് വിളിക്കുന്നത് എത്രത്തോളം ശരിയാണ്? ഈ വസ്തുതകൾ നിയമസഭയിൽ ചർച്ചയായെങ്കിലും ജനങ്ങൾക്കിടയിലേക്ക് ഒരു രാഷ്ട്രീയ ആയുധമായി ഈ സംഭവം എത്തിക്കുന്നതിൽ പ്രതിപക്ഷം വമ്പേ പരാജയപ്പെട്ടോ എന്ന ചോദ്യം കൂടെ പ്രസക്തമാണ്. കേന്ദ്ര സർക്കാർ പെട്രോൾ വിലയുടെ കാര്യത്തിൽ ചെയ്യുന്നത് പോലെയാണ് ഇന്ന് ഇവിടെയും നമ്മുടെ സർക്കാർ ചെയ്യുന്നത്. ഇലക്ഷൻ അവസാനിക്കുന്നത് വരെ നിയന്ത്രണങ്ങൾ പരമാവധി മാറ്റിവെച്ചു. എന്നാൽ വോട്ടെടുപ്പ് അവസാനിച്ചതോടെ പലയിടത്തും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് നേരിടുന്ന വെറുമൊരു വേനൽക്കാല പ്രതിസന്ധിയല്ല എന്നർത്ഥം. ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങളുടെയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള ഒളിച്ചുകളികളുടെയും പരിണിത ഫലമാണ്. വൈദ്യുതി ചാർജ് കൂട്ടുന്ന സമയവും രാത്രി കറന്റ് പോകുന്ന സമയവും നമ്മൾ ഓർക്കുക, ഇത് ഒരു സ്വാഭാവികമായ ദുരന്തമല്ല, മറിച്ച് ഭരണപരമായ ഒരു പരാജയം കൂടെയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.